യോഗേന്ദ്ര യാദവ് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞത് NDA മുന്നണിക്ക് കേവല ഭൂരിപക്ഷത്തിന് താഴെ മാത്രമേ സീറ്റുകൾ കിട്ടൂ എന്നാണ്. 268 എന്നാണ് അദ്ദേഹം പറയുന്നത്. 230 സീറ്റ് BJPക്ക് കിട്ടുകയുള്ളൂ. ഇതിന് സമാന്തരമായി മോഡിയുടെ തന്നെ ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമന്റെ ഭർത്താവും ഒരു മോഡി വിമർശകനുമായ പറക്കാല പ്രഭാകർ പറയുന്നത് അതിനേക്കാൾ കുറയും എന്നാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇങ്ങനെ പറയുന്നതിന് അവരുടെ ആഗ്രഹം മാത്രമാണോ, വസ്തുനിഷ്ഠ യാഥാർത്ഥ്യമുണ്ടോ എന്ന ചോദ്യം പലരുടെ ഉള്ളിലുമുണ്ട്. ഇപ്പൊ മോഡി തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പോലും ഒറ്റയടിക്ക് ഇത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. കാരണം തുടക്കം മുതൽ 400-ൽ അപ്പുറം എന്നാണ് എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി BJP നേതാക്കളും ഒക്കെ പറഞ്ഞിരുന്നത്. ഇത്രയ്ക്ക് കുറയുമോ എന്നൊരു ചോദ്യമുണ്ട്. ഇത് സത്യമാകാൻ സാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരുപക്ഷെ അതിലും കുറയാൻ സാധ്യതയുണ്ട്. കാരണം ഓരോ ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിയുന്തോറും മോഡി തന്റെ മുദ്രാവാക്യങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു, ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ആദ്യം പറഞ്ഞ മുദ്രാവാക്യങ്ങൾ ഗ്യാരണ്ടി ഒന്നും ഇപ്പൊ കേൾക്കാനില്ല. ഗ്യാരണ്ടി കേൾക്കാനില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ വന്നതോടുകൂടി ഗ്യാരണ്ടി പോയി. കോൺഗ്രസ് മാനിഫെസ്റ്റോ ആയി ചർച്ച. മാത്രവുമല്ല, ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നില്ല. ഇപ്പോൾ ആകെ പറയുന്നത് മുസ്ലിങ്ങൾക്ക് കൊടുത്തു, മുസ്ലിം വിരുദ്ധനാണ്. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ മുസ്ലിം വിരുദ്ധനാണെങ്കിൽ അന്ന് രാഷ്ട്രീയം അവസാനിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം അവസാനിപ്പിക്കേണ്ട കാലം എന്നേ കഴിഞ്ഞു. അത് മാത്രമല്ല, 75 വയസ്സ് കഴിഞ്ഞാൽ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്വാനി അടക്കം, മുരളി മനോഹർ ജോഷി അടക്കമുള്ള ആളുകളെ ഒതുക്കിയ ആളാണ് ഇദ്ദേഹം. അതിനാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു ഗൂഗ്ലി എന്ന് പറയാം, ക്രിക്കറ്റിൽ ഗൂഗ്ലി വന്നത്. അത് എങ്ങനെ എറിയുന്നു എന്ന് പറയാൻ പറ്റില്ല. അരവിന്ദ് കെജ്രിവാളിന്റെ ആ ചോദ്യം, അടുത്ത കൊല്ലം ഇദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കില്ലല്ലോ, ഇദ്ദേഹത്തിന് 75 വയസ്സായല്ലോ എന്നാണ്. യഥാർത്ഥത്തിൽ വലിയ തോതിൽ BJPയെ കുടുക്കിയ ഒരു ബോളാണത്. അത് കളിച്ചാലും പ്രശ്നം, കളിച്ചില്ലെങ്കിലും പ്രശ്നം. അങ്ങനെയാണ് ഗൂഗ്ലി. ഇത് BJP വല്ലാത്ത പ്രതിസന്ധിയിലാണ് എന്ന് കാണിക്കുന്ന പല ലക്ഷണങ്ങളുമുണ്ട്. നമ്മുടെ ഓഹരി കമ്പോളത്തിൽ ഉണ്ടായ ചില മാറ്റങ്ങൾ, വമ്പൻ കോർപ്പറേറ്റുകൾ പുറകോട്ട് മാറുന്നു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ പലവട്ടം ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങളാണ്. മാത്രവുമല്ല, ഇനി തെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രധാന സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ചും UPയുടെ ചില ഭാഗങ്ങൾ, ഹരിയാന, പഞ്ചാബ്, ദില്ലി തുടങ്ങിയ പ്രദേശങ്ങൾ, അവിടെയൊക്കെ BJPക്ക് തിരിച്ചടി ഉണ്ടാകും എന്ന സൂചനകൾ പല വിധത്തിലുണ്ട്. ഹരിയാനയിലും പഞ്ചാബിലുമൊക്കെ ഒരു സീറ്റ് പോലും ചിലപ്പോൾ കിട്ടില്ല. ദില്ലിയും ഇത്തവണ വല്ലാതെ പ്രശ്നത്തിലാണ്. കഴിഞ്ഞ തവണ തൂത്തുവാരിയതാണ് ഹരിയാനയും ദില്ലിയും. പക്ഷെ ഇത്തവണ അവിടെ കാര്യങ്ങൾ സുഗമമല്ല. മാത്രവുമല്ല, കോൺഗ്രസും ആം ആദ്മിയും കൈമയും മറന്ന് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഈ കഴിഞ്ഞ ദിവസം കന്നയ്യകുമാർ കെജ്രിവാളിനോടൊപ്പം പോവുകയും ദില്ലിയിൽ കോൺഗ്രസ് മത്സരിക്കുന്ന 3 മണ്ഡലങ്ങളിൽ കെജ്രിവാൾ റോഡ് ഷോ നടത്തുകയും ഒക്കെ ചെയ്തു. ഇത് അവിടെ മാത്രമല്ല, ആ പ്രദേശത്തിന് പുറത്തേക്കും ഇതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ പുറകോട്ട് ആയിരിക്കുന്നു BJP എന്ന് തന്നെയാണ്. ഇനി കൃത്യമായി 230 ആണോ, അതിൽ കൂടുതലാണോ, കുറവാണോ എന്നൊക്കെ നമുക്ക് തർക്കിക്കാം. പക്ഷേ തുടക്കത്തിൽ നിന്ന് BJP എത്ര പുറകോട്ട് പോയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് നമുക്ക് സന്തോഷം തരുന്നത്. കാരണം ഈ രാജ്യത്തെ വർഗീയമായി വിഭജിക്കാനും ഈ രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാനും ഉള്ള ഒരു ശ്രമം, ഒരു വിഭാഗം മനുഷ്യരെ രണ്ടാന്തരം പൗരന്മാരാക്കാനുള്ള ശ്രമം, അതൊരിക്കലും ഇവിടെ വിജയിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും ഇപ്പോൾ ഇന്ത്യ മുന്നണി അവർ പോലും പ്രതീക്ഷിക്കാത്തത്ര പിന്തുണയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അമേഠിയിലും റായ്ബറേലിയിലും ഒക്കെ നടത്തിയ പ്രകടനങ്ങൾ സംബന്ധിച്ച് പല റിപ്പോർട്ടുകളും നമുക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ച് ജയിച്ച ആ സ്ഥാനാർത്ഥിക്ക് ഇപ്പോൾ അവിടെ നിന്ന് പോരാൻ സമയമില്ല. കാരണം അവർക്ക് വലിയ പ്രതിസന്ധി നേരിടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ചുരുക്കത്തിൽ UPയിൽ കാലിടറിയാൽ, 60 സീറ്റിൽ താഴെ UPയിൽ വന്നാൽ ഭരണം കിട്ടില്ല എന്ന് BJPയുടെ ആളുകൾ തന്നെ പറയുന്നുണ്ട്. മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും മധ്യപ്രദേശിൽ പോലും കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റുകൾ കിട്ടില്ല. ദക്ഷിണേന്ത്യയിൽ സീറ്റുകൾ കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അങ്ങനെ വന്നാൽ 230
അതിൽ താഴേക്കോ BJP വരാൻ സാധ്യതയുണ്ട്. ഇത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ജനാധിപത്യ മതേതര നിലപാടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദകരമാണ്. അതുകൊണ്ട് തന്നെ യോഗേന്ദ്ര യാദവ് പറഞ്ഞത് ശരിയാകട്ടെ എന്ന് ആഗ്രഹിക്കാനും വിശ്വസിക്കുവാനുമാണ് എനിക്കിഷ്ടം.